തുടക്കം കുറിക്കുക. ഇത്തരമൊരു വിഷയത്തെ തിരഞ്ഞെടുത്തതിന് ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒന്ന്, അരാജകവാദം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അരാഷ്ട്രീയവാദം. ഈ അരാജകവാദവും അരാഷ്ട്രീയവാദവും നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മളൊരു തീവ്രവാദ സ്വഭാവത്തിലേക്കും സമൂഹത്തിനെയും മതത്തെയും ദൈവത്തെയും എല്ലാം നിന്ദിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിലേക്കുമായിരിക്കും. അരാജകത്വം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടുറപ്പില്ലാത്ത ഒരു സൊസൈറ്റിയാണ്, സമൂഹമാണ്. കെട്ടുറപ്പില്ലാത്ത ഭരണഘടനയും നിയമങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും ഭാവിയിലേക്കുള്ള നമ്മുടെ തയ്യാറെടുപ്പുകളും നമ്മുടെ പഴയതിനെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒരുപാട് അറിവുകളും പിന്നെ വായിച്ചു നേടി പഠിച്ചു നേടുന്ന അറിവുകളും എല്ലാം ചേർന്നാണ് നമ്മളൊരു സമൂഹത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. എല്ലാ സമൂഹത്തിലും അതിനൊഴുക്കിനെതിരായി നീന്തുന്ന ചില അരാജകത്വം ഉണ്ടാവും. നമുക്ക് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് അരാജകത്വമല്ല, ശരിയായ വഴിയിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുന്നതും അരാജകത്വമല്ല. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. ഭരണകൂടങ്ങളോ മതമേധാവിത്വമോ പൗരോഹിത്യമോ ഏതെങ്കിലും കാലത്ത് തെറ്റിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതിനെ മാറ്റിയെടുക്കുന്നുണ്ട് എങ്കിൽ, എല്ലാ മതങ്ങളെയും ഓരോ കാലഘട്ടത്തിൽ ഭരണകൂടങ്ങൾ ഭരണകർത്താക്കൾ അവർക്ക് വേണ്ടി വിദൂഷക വേഷം കെട്ടി ആടിയ ചില പണ്ഡിതന്മാർ ഉൾപ്പെടെ മതങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. എല്ലാ മതങ്ങളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ മറികടക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള മതബോധം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മതബോധമുള്ള ഒരാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളോട് ബഹുമാനവും ആദരവുമായിരിക്കും. നിങ്ങൾക്കറിയാം, പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. യാത്ര ഭയങ്കരമായിരുന്നു. മദീനയിലുണ്ടായിരുന്നത് ആരൊക്കെയാണ്? മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, ക്രൈസ്തവരുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, എല്ലാ സമൂഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ അവർക്കൊരു ഭരണഘടനയുണ്ടാക്കി. ആ ഭരണഘടന മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഭരണഘടന ആയിരുന്നില്ല. അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ മതപരമായ ആരാധനകൾ നടത്തുന്നതിനും അവരുടെ സാംസ്കാരിക ജീവിതം കൊണ്ടുപോകുന്നതിനും അവർക്ക് അനുവാദം നൽകുന്നൊരു ഭരണഘടനയായിരുന്നു. അതാണ് മാതൃകാ ഭരണഘടന. അതെന്താണ്? അദ്ദേഹത്തിന് അതിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മതമാണ്. പച്ചയായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് പറയുന്ന മതമാണ്. പച്ചയായി പറയുന്ന മതമാണ്. അനാഥരെ അവഗണിക്കുന്നവരോട് നമ്മുടെ മുന്നിൽ ഒരു സങ്കടം കണ്ടാൽ, പ്രയാസം കണ്ടാൽ അത് കാണാതെ നമ്മൾ പോകുന്നത് ഇസ്ലാം അല്ല എന്ന് പറയുന്നത്. അവരെ ചേർത്ത് നിർത്തുന്നതാണ്, അവൻ്റെ സങ്കടങ്ങൾ മാറ്റുന്നവനാണ്, അവൻ്റെ കണ്ണീരൊപ്പുന്നവനാണ് യഥാർത്ഥ ഇസ്ലാം. യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ മതം. ആ സന്ദേശമല്ലേ പോകേണ്ടത്? ആ സന്ദേശമല്ലേ എല്ലാവരിലേക്കും പോകേണ്ടത്? എല്ലാ മതസ്ഥരിലേക്കും പോകേണ്ടത് അതാണ്. ഇതാണ് ഇസ്ലാം. ഇതാണ് യഥാർത്ഥ ഇസ്ലാം. കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം. മതത്തിന് അതീതമായി എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന, മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന മതമാണ് ഇസ്ലാം എന്നറിയാം. നമ്മളെ തടുത്തു നിർത്താൻ, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടുത്തു നിർത്താൻ പല തടസ്സങ്ങളുണ്ട്. അതിലൊന്നാണ് ലഹരി. നമുക്കിന്ന് വലിയ ലഹരി മരുന്ന് വ്യാപനമാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ തലമുറകൾ, യുവതലമുറ, നമ്മുടെ കൗമാരം, നമ്മുടെ ബാല്യം, കുഞ്ഞുങ്ങളുടെ വരാനിരിക്കുന്ന തലമുറകൾ, അവരെയെല്ലാം കെണിവെച്ചൊരുക്കി കാത്തിരിക്കുകയാണ് ലഹരി മരുന്ന് മാഫിയ. അവരുടെ കേരളത്തിലെ അവരുടെ സംവിധാനം എന്ന് പറയുന്നത് വലിയ സെറ്റപ്പാണ്.
കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് തരം ലഹരി ഉൽപ്പന്നവും 10 മിനിറ്റ് കൊണ്ട് ലഭിക്കും. അത്രയും വലിയ സപ്ലൈ ചെയിനാണ്. 2 രീതിയിലാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്. ഒന്ന്, ഭരണകൂടത്തിന് ചുമതലയുണ്ട്. ആര് ഭരിച്ചാലും അവർ എൻഫോഴ്സ്മെൻറ്റ് നടത്തി തെറ്റായ വഴികളിലൂടെ ആളുകളെ കൊണ്ടുപോകുന്ന ഈ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്തണം. 1. 2, നമ്മൾ പറയണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണം. അവർ മികച്ചവരായി വളർന്നു വന്ന് ഈ നാടിൻ്റെ ഐശ്വര്യവും ഈ നാടിൻ്റെ അഭിമാനവുമായി അവർ മാറണം. കുടുംബത്തിൻ്റെ മാത്രമല്ല, നാടിന് മുഴുവൻ മുതൽക്കൂട്ടായി അവർ മാറണം. അവരുടെ യുവത്വത്തെ, അവരുടെ സംഭാവനകളെ ഇല്ലാതാക്കാനാണ് ഈ മാഫിയ ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടുള്ളൊരു ബോധവൽക്കരണം എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. ബോധ്യങ്ങൾ ഉണ്ടാകണം. ഒരു കുഞ്ഞു പോലും നമ്മുടെ ആരുടെയും കുഞ്ഞതിലേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു സുരക്ഷിത വലയം നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ചുറ്റുപാടുകളെ നിരീക്ഷിക്കണം. 1000 കണ്ണുകൾ ഉണ്ടാകണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റിനും. അവർ ചെന്ന് അവരുടെ ഈ ചെറുപ്പം കൊണ്ട് അവർ ചെന്ന് ഈ അപകടത്തിൽ ചെന്ന് പെടരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനൊരു സമൂഹത്തെ സജ്ജമാക്കുക എന്നതാണ് നിങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്ന ഈ നല്ല കേരളം പദ്ധതി. തീർച്ചയായും ഇതിൻ്റെ ഉൽപ്പന്നമായി മാറുന്നത് ഒരു നല്ല സമൂഹമാണ്. ഒരു നല്ല സമൂഹത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിത് പോകുന്നത്. നമുക്കൊരു വലിയ പാരമ്പര്യമുണ്ട്, നമുക്കൊരു വലിയ പൈതൃകമുണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ വൈദേശിക ആധിപത്യത്തിനെതിരായി പോരാടിയത്. നമ്മളെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെ നമ്മൾ അതിജീവിച്ചു. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാടിയത്. എല്ലാ മതസ്ഥരും രാജ്യത്തിന് വേണ്ടി പോരാടിയത്. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൾ ഓഫ് ആലംബഗിൻ്റെ തലയോട്ടി എന്ന് പറയുന്നൊരു പുസ്തകം വായിച്ചു. ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിന് ഒരാളുടെ തലയോട്ടി അയർലൻഡിൽ വെച്ച് കിട്ടുക. അയർലൻഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഈ തലയോട്ടിയും അതിൻ്റെ കൂടെയുള്ള കുറിപ്പും ആരുടേതാണെന്ന് അന്വേഷിച്ച് ആ ചരിത്രകാരെ യാത്ര തിരിക്കുക. അയാൾ ബ്രിട്ടീഷ് പുരാവസ്തു വകുപ്പിൻ്റെ ആർക്കൈവ്സിലെത്തി. അവിടെ നിന്ന് രേഖകൾ പരിശോധിച്ച് ഡൽഹിയിലെത്തി. അവസാനം നമ്മുടെ 1ാം ലോക മഹായുദ്ധം നടന്ന ആ രാജസ്ഥാനിലെത്തി. പിന്നീട് അദ്ദേഹം 1ാം സ്വാതന്ത്ര്യ സമരം, ലോകമഹായുദ്ധമല്ല, 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ചരിത്ര വിവരണമാണ് നൽകുന്നത്. ആ ചരിത്ര വിവരണത്തിലാണ് ഈ തലയോട്ടിയെക്കുറിച്ചുള്ള കഥ പറയുന്നത്. അന്ന് സിപ്പായി ലഹള എന്ന് പറയുന്ന സിപ്പായിമാരെല്ലാം വൈദേശിക ആധിപത്യത്തിനെതിരായി പോരാടി. ഹിന്ദുക്കളും മുസൽമാന്മാരും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പോരാടിയത്. ബ്രിട്ടീഷ് പട്ടാളം അതിനെ അടിച്ചമർത്തി. എല്ലാവരെയും തടവുകാരായിട്ട് പിടിച്ചു. എന്നിട്ടൊരു മൈതാനിയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും വെടിവെച്ചു കൊല്ലും ഓരോ ദിവസം. അപ്പോൾ അവരുടെ ബന്ധുക്കൾ, മുസ്ലിങ്ങളുടെ ബന്ധുക്കൾ കാത്തു നിൽക്കും. ഇത് കൊണ്ടുപോയി മയ്യത്ത് കൊണ്ടുപോയി ഇസ്ലാമിക ആചാരപ്രകാരം സംസ്കരിക്കുക. ഹിന്ദുക്കൾ കാത്തു നിൽക്കും. അവരുടെ ഈ മൃതശരീരം കൊണ്ടുപോയി ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിക്കുക. ഇത് കണ്ടൊരു ബ്രിട്ടീഷ് പട്ടാളം മേധാവിക്ക് കലിയിളങ്ങി. അയാൾ എന്തു ചെയ്തു? അയാളൊരു പീരങ്കി കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഹിന്ദുവിനെയും മുസൽമാനെയും തടവുകാരെ ഒരുമിച്ച് പിടിച്ചു കെട്ടി പീരങ്കിയുടെ വായിൽ വെച്ച് കെട്ടി. എന്നിട്ട് തീ കൊളുത്തി പീരങ്കിക്ക്. പീരങ്കി പൊട്ടി ഇവരുടെ എല്ലാം ശവശരീരം ചിതറിത്തെറിച്ച് മൈതാനിയിൽ വീണു. ശവശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ, മയ്യത്ത് ഏറ്റുവാങ്ങാൻ കാത്തു നിന്നിരുന്ന ബന്ധുക്കൾ ഒരു നിമിഷം സ്തബ്ധരായി. ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഇവരുടെ ശവശരീരങ്ങൾ മുഴുവൻ ചിതറിത്തെറിച്ചിരിക്കുന്നു. ഒരു നിമിഷമേ അവർ സ്തംഭിച്ചു നിന്നുള്ളൂ. പിന്നീട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് വലിയ തുണിക്കഷ്ണങ്ങളിൽ ഈ ചിതറിച്ചതിച്ച ശവശരീരങ്ങൾ മുഴുവൻ വാരിക്കൂട്ടി അവർ ഒരുമിച്ച് പോയി ഹൈന്ദവാചാരപ്രകാരവും ഇസ്ലാമികാചാരപ്രകാരവും ഈ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ സംസ്കരിച്ച്
ബ്രിട്ടീഷുകാർക്കും മറുപടി കൊടുത്ത പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടേത് എന്ന് നമ്മൾ മറക്കരുത്. ഒരുമിച്ച് നിന്ന് തോളോട് തോളൊരുമിക്കുന്നു. വിഭജനം നടക്കുന്ന കാലത്ത് പ്രധാനമന്ത്രി നെഹ്റുവിനൊരു ഫോൺ കോൾ കിട്ടി. എന്താണ്? ചരിത്രം വീണുറങ്ങുന്ന ഇന്ത്യയിലെ ജാമിയ മില്ലിയ സർവകലാശാല കത്തിക്കാൻ ഒരു സംഘം അക്രമികൾ തീപ്പന്തങ്ങളുമായി എത്തുകയാണെന്ന്. കേട്ട ബാധി കേൾക്കാത്ത ബാധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരെ ആ സർവകലാശാലയുടെ മുമ്പിലേക്ക് ചെന്നു. പട്ടാളമില്ല, പോലീസില്ല, ആരുമില്ലാതെ സർവകലാശാല കത്തിക്കാൻ വന്ന അക്രമി സംഘം, പന്തങ്ങളുമായി വന്ന അക്രമി സംഘം പ്രധാനമന്ത്രി ആക്രോശത്തോടുകൂടി അവരുടെ മുമ്പിലേക്ക് അടുക്കുകയാണ്. കണ്ട് ഞെട്ടി പുറകിലേക്ക് മാറി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിൽക്കുകയാണ് ഈ സർവകലാശാല കത്തിക്കുന്നത് തടയാൻ. കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി കാണുമെന്ന് കരുതി അവർ വീണ്ടും വന്നു. അപ്പോഴും അദ്ദേഹം ആക്രോശത്തോടു കൂടി അവരെ തടുത്തു നിർത്തി. ഒരു സർവകലാശാല കാത്തുസൂക്ഷിക്കാൻ, ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ പട്ടാളത്തിൻ്റെ അകമ്പടിയില്ലാതെ, പോലീസിൻ്റെ അകമ്പടിയില്ലാതെ ഒരു രാവ് മുഴുവൻ കാവലിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പിന്മുറക്കാരാണ് നമ്മൾ, അല്ലേ? അതാണ് സന്ദേശം. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്, വിദ്വേഷത്തിൻ്റെ പ്രചരണമാണ്. വിദ്വേഷം, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പരത്തി. പിന്നെ ഈ സാധനം കൂടി ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ കൂടി. എന്തു വേണമെങ്കിലും ആർക്കെതിരെ വരുത്താം. ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒറ്റ സാധനമാണ് മ്യാൻമാറിൽ കലാപമുണ്ടാക്കി 10,000-ങ്ങളെ കൊന്നൊടുക്കിയത്. ആ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി പ്രേരകമായത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലാണ്. അവർ നടത്തിയ തെറ്റായ പ്രചരണമാണ്, വിദ്വേഷ പ്രചരണമാണ്. അവർ മുഴുവൻ നാട് കടത്തപ്പെടാൻ, ഒരു ജനത മുഴുവൻ വംശഹത്യ നടത്താൻ ഇടയാക്കി മാറ്റിയത്. അത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നതല്ല ശരി, അവർ ശരി മാത്രം പറയുന്നവരല്ല, അവരും വിദ്വേഷത്തിൻ്റെ പ്രചരണം നടത്തുന്നുണ്ട്. ആ വിദ്വേഷ പ്രചരണത്തിനെതിരായി, നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി, അരാജകവാദത്തിനെതിരായി, ലഹരി മരുന്നുകൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തെ, നമ്മുടെ ക്രയശക്തിയെ തളർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി ഒരുമിച്ച് നിൽക്കുക. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായ, ഏറ്റവും പ്രബുദ്ധമായ ഈ സംസ്ഥാനം ഒരു നല്ല കേരളമായി മാറാൻ വേണ്ടിയിട്ടുള്ള ഈ നല്ല കേരളം പദ്ധതിക്ക് ഞാൻ എല്ലാ ആശംസകളും നന്മകളും എല്ലാ പിന്തുണയും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.